ഹരിയർ ഫോർട്ടിലേക്ക് വേണ്ടിയിട്ട് തൃമ്പകേശ്വരം ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഒരു ഓട്ടോ വിളിച്ചു. അങ്ങനെ 1500 രൂപയാണ് ഞങ്ങൾക്ക് 5 ആൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഗ്രാമപ്രദേശത്ത് കൂടെ പോകുന്നതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പയറും ചുറ്റും നമുക്ക് കാണാൻ കഴിയിട്ടുണ്ട്. അതേപോലെ ഇളം മഴയുണ്ട്. ഈ ഒരു ചെക്ക് പോസ്റ്റിൽ 30 രൂപയാണ് ചാർജ് ചെയ്തേക്കുന്നത്. ഓട്ടോ വിളിച്ചിട്ട് ഹരിയർ ഫോർട്ടിലേക്ക് വഴി കൂടെ നടക്കുകയാണ്. ഓട്ടോക്കാരൻ ഇവിടെ നിർത്തി തന്നിട്ട് ബാക്കി ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് ഇവിടെ. നല്ല മഴ പെയ്യുന്നുണ്ട്. സംഭവം ഈ ടൈമിലാണ് വരുന്നത്. ഞാൻ ഒരു 5 കൊല്ലം മുന്നേ ഹരിയർ ഫോർട്ട് വിസിറ്റ് ചെയ്ത സമയത്ത് ഫുൾ എന്താ പറയാ വരണ്ട ഉണങ്ങിയിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ ആണെങ്കിൽ നല്ല പച്ചപ്പാണ്. ഇതൊക്കെ ഹരിയർ ഫോർട്ടിന്റെ താഴത്തെ വശങ്ങളാണ്. ഇവിടെ അധികം തിരക്ക് കുറവാണ്. ഇനി ഇവിടുന്ന് മേലേക്ക് പോയിട്ടാണ് എത്രത്തോളം തിരക്കുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരു 5 കൊല്ലം മുന്നേ വന്നപ്പോഴൊന്നും ഈ ആർച്ച് ഒന്നും ഇവിടെ ഉണ്ടായിരുന്നു. പോകുന്ന വഴി ചളിയും മണ്ണുള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഒരു ചോളം വെച്ച് കഴിച്ചു. പിന്നെ യാത്ര തുടങ്ങി ഞങ്ങൾ. ഫുള്ള് വെള്ളച്ചാട്ടം വെള്ളം ഒലിച്ചിറങ്ങിയിട്ട് ചാലി പൊളിയാണ് കഴിച്ചു. യാത്രയിലാണെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ തിന്നണം. പിന്നെ യാത്ര തുടങ്ങി ഫുള്ള് ചളി മണ്ണ് ഇത് ഞങ്ങൾ ഈ മേലേക്ക് കയറുന്നതോറും കുറെ ഹിന്ദിക്കാർ എന്തൊക്കെ ഞങ്ങളോട് പറയണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊന്നും മനസ്സിലായിണ്ടായില്ല. ഉയരം കൂടുന്നതോറും കാലാവസ്ഥ മാറുന്നുണ്ടായിരുന്നു. മഴ പെയ്യുന്നു പോകുന്നു. അങ്ങനെ ഏറ്റവും പീക്കിന്റെ അടുത്ത് അറിയാം. കുറെ ആൾക്കാർ തണുപ്പ് കാരണം ചോളത്തിന്റെ പീലെടുത്ത് ഞങ്ങൾ ഹരിയർ ഫോർട്ടിന് താഴെ എത്തി. ഗൈസ് അപ്പൊ ഞങ്ങള് ഇവിടെ പെട്ടിരിക്കുന്നു. ഗൈസ് പോളറിന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ഹരിയർ ഫോർട്ടിൽ കയറാൻ. ബട്ട് ഒരു തൃശ്ശൂർ പൂരത്തിന്റെ ആൾക്കാരുണ്ട്. അതിന്റെ ഇടയിൽ കുരങ്ങന്മാരെ കളി. ഹരിയർ ഫോർട്ടിൽ കയറാൻ കൂട്ടുകാരന്മാരൊക്കെ ഒരുത്തം വലിച്ചു കയറ്റുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ കയറാൻ പറ്റില്ല. അപ്പൊ ഞങ്ങള് ഹരിയർ ഫോർട്ട് പരഡ്യം വേണ്ട ഹരിയർ ഫോർട്ട് ഞങ്ങൾക്ക് കയറാൻ നടക്കുന്നില്ല. അത്രയും റഷാണ്. കുറെ ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ ഈ സ്ഥലത്ത് സ്റ്റാൻഡ് ചെയ്യാണ്. ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലാണ് അവരുടെ കളികൾ. കണ്ടില്ല കഴിയും. നിങ്ങളുടെ കയ്യിലോ ബാഗിലോ സ്നാക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഇവരത് തട്ടിയെടുത്ത് കള്ളന്മാരാണ്. കൊടും കള്ളന്മാർ. 98% ട്രക്കിംഗ് പൂർത്തിയായിട്ട് ബാക്കിയുള്ള 2% പോലും ഞങ്ങൾക്ക് ഇവിടെ കയറാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ നമ്മൾ കുറെ വീഡിയോസ് കാണാറുണ്ട് ഹരിയർ ഫോർട്ടിന്റെ. അപ്പോൾ ഹോളിഡേയ്സിൽ പരമാവധി ഒഴിവാക്കാം. ഞങ്ങൾക്ക് ഇന്ന് കയറാൻ പറ്റിയില്ല. നമ്മൾ ഇത്രയും ഫണ്ട് കൊടുത്തിട്ട് ഇറങ്ങിയതായിരുന്നു. നമ്മള് ഇത്ര ആഗ്രഹത്തോടെ കൂടി വരും ഇങ്ങോട്ട്. ഒന്നാമത് എന്നെ സംബന്ധിച്ചിട്ട് ഭയങ്കര പേടികളാണ് ഞാൻ ഇങ്ങനെ ക്ലൈംബ് ചെയ്യണമൊക്കെ. പക്ഷെ എങ്ങനെയൊക്കെ കയറിയിട്ട് ഇറങ്ങാൻ ഭയങ്കര റിസ്ക് ആയിരുന്നു. എനിക്ക് ഇറങ്ങിപ്പെട്ട് ഇനി വേഗം വണ്ടി ഓടിക്കാം. ഓട്ടോ വിളിച്ച് നമുക്ക് 4 മണിക്കൂറാണ് അവർ അലോഡുള്ളൂ. പക്ഷെ ആ 4 മണിക്കൂർ മീതാന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കൂടുതലായിരിക്കും. നമുക്ക് 2 നഷ്ടമാണ്. എന്നാൽ ഹരിയർ ഫോർട്ടിന് മേലേക്ക് കയറാനും പറ്റില്ല. പിന്നെ ഓട്ടോക്കൂലി അധികം വന്നു കഴിഞ്ഞാൽ. അങ്ങനെ ആശിച്ച് മോഹിച്ച് ഹരിയർ ഫോർട്ട് എന്ന ട്രക്കിംഗ് സ്വപ്നം ഇവിടെ പാതി വഴിയിൽ നിന്ന്. ഇനിയൊരു ഹരിയർ ഫോർട്ട് ട്രക്കിംഗ് പോവുകയാണെങ്കിൽ വർക്കിംഗ് ഡേയ്സിൽ മാത്രമേ പോകുള്ളൂ. ഒപ്പം ഓക്കെ ബൈ ഗൈസ്.